Speak English fluently with the guidance of a mentor. Join English House today and improve your English through online one-on-one sessions with a personal trainer. Book a free trial session today. 8714-672927. WhatsApp now. കിടക്കണ കിടപ്പ് കണ്ട കുഞ്ഞു വാവ. ഒരു ഫാമിലി അല്ലേ പ്രശ്നത്തിലായത്. അല്ലെങ്കിലും എന്നെയും ഗായത്രിയും പോലെ മേഡ് ഫോർ ഈച്ചർ ആയിട്ടുള്ളൊരു ഫാമിലി സെറ്റ് ആവാൻ കുറച്ച് പാടാണ്. കുറെ നേരമായല്ലോ, എന്ത് എണീക്കാത്തത്? എണീടാ 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 കമലാസ. ഇതാണ് ക്ലോറോഫോം, CHCl3 അഥവാ ട്രൈക്ലോറോമീഥേൻ. ഓഹോ, ഇതാണോ ക്ലോറോഫോം? എടി പഴമേ, ഇത് അങ്ങനെ ഇങ്ങനെ കിട്ടാതിരുന്ന സാധനമായിട്ടും ഇത് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച് ഞാനാണ് വിജേഷ്. സോ ഡോണ്ട് പഠിപ്പിക്കൽ മീ. വിജേഷ് ഏട്ടാ, ബാക്കി പറഞ്ഞു. ഇത് ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ എടുത്തുപയോഗിക്കരുത്. ഉപയോഗിച്ചാലും വളരെ കുറച്ചു മാത്രമേ എടുക്കാവൂ. കാരണം അല്ലല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട്. നിന്റെ ഭർത്താവ് ഒരു മണ്ടനാണെന്നാണോ നീ കരുതുന്ന ഗായത്രി? ഇത് ആവശ്യത്തിൽ കൂടുതൽ മൂക്കിലെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കുപ്പി പെട്ടെന്ന് തീർന്നു പോവുകയും അടുത്ത കുപ്പി മേടിക്കാനായിട്ട് ഞാൻ വീണ്ടും ഓടേണ്ടി വരുമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു മണ്ടനാണ് ഞാനെന്ന് കരുതിയോ നീ? അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഡോണ്ട് പഠിപ്പിക്കൽ മീ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇത് കുറെ എടുത്ത് മൂക്കി പൊത്തിയ ആള് തീർന്നു പോവും, ചാവും. പക്ഷെ ഞാൻ കുറച്ചല്ലേ എടുത്തോളൂ. ഇനി കൂടിപ്പോയാ മുരളി, ഇപ്പൊ ഇവിടെ നിന്നാണോ കുഴ പറിക്കുന്നത്? ആടിനൊക്കെ സുഖമല്ലേ? എന്റെ കൈ വാക്കിന് വന്ന് കേറില്ല കേട്ടാ, കുണം വന്ന് നിൽക്കുകയാണ് ഞാൻ. അല്ല, നിങ്ങളുടെ പ്രോബ്ലം ഒക്കെ സോൾവ് ആയില്ലേ? ആ മന്ത്രവാദിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഗായത്രി എന്നെ വിളിച്ചെല്ലാം പറഞ്ഞിരുന്നല്ലോ. സോൾവ് ആയില്ലേ എന്ന് അവള് പറഞ്ഞ? അല്ല, കുട്ടി ഉണ്ടാവാനുള്ള പൂജയൊക്കെ ചെയ്യാൻ പോയ സ്ഥിതിക്ക് അല്ല, മുരളിയും പൂജയ്ക്ക് കൂടിയല്ലോ. അതുകൊണ്ടൊന്നും ഇല്ലേ? ഇവിടെ അങ്ങനെയൊക്കെ നടന്നെന്ന് വെച്ചാൽ എന്റെ ഭാര്യക്ക് ജാരനില്ലാതാവൂ. അപ്പൊ ഈ കത്തൊക്കെ എന്റെ തോന്നലെന്നാണോ തന്റെയൊക്കെ വിചാരം? മുരളി കൂൾ, ഇനിയൊരു ദിവസം ഇല്ലേ? എന്റെ വായിരിക്കണമെന്ന് കേക്കല്ലോ. പുല്ല, അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി. എടോ, ആ മണ്ടനെയും മണ്ടിയും പിടിച്ച് കേസ് ഏൽപ്പിച്ച താനും ഒരു മരമണ്ട. അപ്പൊ തനിക്ക് കേസ് തന്ന ഞാനാരാ? ഭൂലോകമണ്ടൻ. കറക്റ്റ് ആൻസർ. സോറി. മുക്കറുമണി എന്റെ പിന്നാരം. ചത്തിട്ടില്ല, ശവം. സംഗീതയാ? സംഗീത എനിക്ക് ആരോട്ട് അവിഹിതം ഇല്ല അണ്ണ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, കിട്ടണ്ടേ. എടാ, നീ കൂടുതലൊന്നും മിഴുവല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് അബദ്ധം പറ്റിയതാണെന്ന് ക്ഷമിക്കണമെന്നൊക്കെ അവിടെ കിടന്ന് നീ മോങ്ങി എന്തിനാണ്? അണ്ണാ
ഞാൻ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടാ. ആ പറ. എന്റെ ഇൻസ്റ്റ ഫേക്ക് ഐഡിയുടെ പേരാണ് അൽ കമലഹാസൻ. ഫേക്ക് ഐഡിയ? അണ്ണ ഒന്ന് പറയണ ആളണ്ണ. ഒരു ദിവസം ഞാൻ ഇൻസ്റ്റ ഐഡിയിൽ ഒരു റീല് കണ്ട്. ഏതോ വാവളന്ത. ഗ്രീഷ്മത്തിൽ കൂട്ടിരുന്ന അത്രമേൽ പ്രിയപ്പെട്ടവൾ വസന്തത്തിൽ എന്നെ തനിച്ചാക്കിയപ്പോൾ വേദന എന്നിൽ മുത്തമിട്ടു. അണ്ണ ഈ കൊണച്ച സാഹിത്യം കേട്ട് കലിയേറിയ ഞാൻ ആ വീഡിയോയുടെ താഴെ ചെന്ന് ഒരു കമന്റ് ഇട്ടു, വേദനയില്ലാതെ മുത്തമിട്ട് കൊടുക്കപ്പെടുമെന്ന്. പിന്നെ എന്റെ വിരലിൽ തോന്നിയ ഒരു നമ്പരും കൊടുത്തു. എന്റെ കഷ്ടകാലത്തിന് അത് മധുരയിലുള്ള ഒരു തമിഴൻ കുണ്ടേരെ മലയാളി ഭാര്യയുടെ നമ്പരായിരുന്നു. ഇനി ബാക്കി കഥ ഞാൻ പറയാം. അങ്ങനെ ആ സ്ത്രീയെ കമന്റ് കണ്ട കുറെ കാവറക്കികൾ വിളിച്ച് വേദനയില്ലാതെ മുത്തമിട്ട് തരോന്ന് ചോദിച്ച് വിളിച്ച് സീനാക്കി. അങ്ങനെ അവളുടെ ഭർത്താവ് നിന്റെ ഇൻസ്റ്റ ഐ ഡി തപ്പി നിനക്ക് മെസ്സേജ് അയച്ചു അല്ലേ? സത്യം അണ്ണാ, എന്റെ വീട്ടിൽ വന്ന് എന്നെ തട്ടിക്കളയുന്നാണ് അങ്ങേര് വോയിസ് നോട്ട് ഇട്ടേക്കുന്നത്. അങ്ങേരെ വരവും കാത്ത് പേടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടേ ഒരു മാസമായി. നിങ്ങൾ അങ്ങേര് പറഞ്ഞു വിട്ടെന്നല്ലേ വിചാരിച്ചത്, അല്ലാതെ എനിക്ക് സംഗീത അറിഞ്ഞൂടാ, ആരെ അറിഞ്ഞൂടാ. കൊള്ളാട മോനെ, നല്ല സൂപ്പർ സ്റ്റോറി. പക്ഷെ ഞാൻ വിശ്വസിക്കും. പിന്നെന്താ നോക്ക്, ദാ ഈ ഫോൺ എടുത്തിട്ടേ ആ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ മെസ്സേജും എടുത്ത് നോക്ക്. അതിലും വിശ്വാസം വന്നില്ലെങ്കിൽ ആ യുവർ ആക്ടിവിറ്റി എടുത്തിട്ട് ആ കമന്റ്സ് എടുത്ത് നോക്ക്. ഞാൻ ഇമാതിരി ഇട്ട എല്ലാ കമന്റ്സും അതിൽ കാണും. മറ്റത് ഞാൻ ഡിലീറ്റ് ആക്കി. എന്നാലും നോക്ക്, ദാ നോക്കണ്ട, നോക്ക്, നോക്കാൻ. പറ്റിയൊരവസരത്തിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നീ ഇന്ന് കമലയുടെ സ്കോളർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവൾ പറഞ്ഞത്. അപ്പം തന്നെ ഞാൻ അവളോട് കള്ളം പറഞ്ഞ് ഇവിടുന്ന് മാറ്റി. അനങ്ങണ്ട, വേദന ഉണ്ടാവും. വിചാരിക്കാത്ത സമയത്ത് തലക്കടി കിട്ടിയതല്ലേ. ഒച്ച വെച്ചാ ഇപ്പൊ വിശ്വാസമായല്ല. ഇനി ഞാൻ പൊയ്ക്കോട്ടാ. പോവാൻ വരട്ടെ. നീ എന്തൊക്കെയാടാ ഈ കമന്റ് ചെയ്ത് വെച്ചേക്കണ സണ്ണി ലിയോന്റെ റീലിന്റെ താഴെ? അയ്യോ, സണ്ണി ലിയോണല്ല, സണ്ണി ലിയോണി. ലിയോണി അതാണ് കറക്റ്റ് ഉച്ചാരണം. ശരി, എന്താണ് സണ്ണി ലിയോണിയുടെ റീലിന്റെ താഴെ എഴുതി വെച്ചേക്കണ? അക്കാ ഉയിര് ബാക്കിയെല്ലാം തൈര്. എന്നിട്ട് പാവപ്പെട്ട ഒരു മലയാളി പെൺകുട്ടി സ്ലീവ്ലെസ് ഇട്ടേക്കുന്ന ഫോട്ടോയുടെ താഴെ എന്തോന്ന് എഴുതി വെച്ചേക്കണ? ഭാരതീയ സംസ്കാരം അലീമസമാക്കുന്ന ഇവളൊക്കെ മുള്ളുമുരുക്കി കയറ്റി. ബാക്കി ഞാൻ ഒന്നും പറയണില്ല. പിന്നെ അങ്ങനെ കീറുന്നവരെന്തിനാണ് പറയാനുള്ളത്? ഇതെന്താണെന്ന് അറിയാമോ? നിന്റെയൊക്കെ ഡബിൾ സ്റ്റാൻഡിന്. അടുത്തത് ബിഗ് ബോസിന്റെ റീലിന്റെ താഴെ തോന്നറാ? ഇത് TV ചാനലോ അതോ ചന്തയോ? എടാ എന്തിനടാ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ചന്തയിലെ ചേച്ചിമാരെ ചായ കൊള്ളൂല ഐസ്ക്രീം എടുത്തെന്നൊക്കെ പറഞ്ഞ് അടി വയ്ക്കുന്ന വല്ലോമാരായിട്ട് കമ്പയർ ചെയ്യണത്? അതിനാണ് ഇപ്പൊ തന്നെ അടി. ജോബ് ഷെയ്മിങ്. അടുത്തത് അണ്ണ വേണ്ടെന്ന വേണം. ചേട്ടാ, ചേട്ടാ എന്നെ ഒന്നും ചെയ്യല ചേട്ടാ. ലൈംഗിക പീഡനം കുറ്റകരമാണ് ചേട്ടാ, പ്ലീസ്. പീഡനോ? ഞാനാ? ഒരുമാതിരി കോണാത്തിലെ വർത്താനം മാത്രം പറയരുത്. ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെ കൊട്ടൻ ചുക്കായി തൈലത്തിലാണ്. മനുഷ്യനോട് കാല് പൊക്കി നിക്കറിടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവിടെ ഒരു കൊല്ലമായി ഞാൻ ഷഡ്ഡി ഇട്ടിട്ട്, അറിയാമോ? ഇനി നീ എന്നെ പീഡിപ്പിച്ചാലും എനിക്ക് നിന്നെ പീഡിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ എന്തിനെന്നെ കെട്ടിയിട്ടേക്കണേ? എന്റെ അയൽവക്കത്ത് കൊള്ളയടിക്കാൻ വന്ന നിന്നെ പിന്നെ എന്തിനോടി? ചേട്ടാ, ആവശ്യമില്ലാത്ത പറയരുത്. ആവശ്യമില്ലാത്ത പറയരുതെന്നാ? എന്റെ മോളെ കൂട്ടുപിടിച്ച് അവളെയും പറ്റിച്ച് എന്റെ വീട്ടിനകത്തോട്ട് കയറി മുരളിയുടെ വീട്ടിനകത്തോട്ട് ഊളിഞ്ഞു നോക്കണം നിന്നെ പിന്നെ എന്തിനോടി? ഞാനൊന്നും കണ്ടില്ലെന്ന് വിചാരിച്ചാ? ഞാനൊന്നും അറിയുന്നില്ലെന്ന് വിചാരിച്ചാടി? പകല് വന്ന് വീടും പരിസരമൊക്കെ നോക്കി വെച്ചിട്ട് രാത്രി മോഷണം അല്ലേടി കള്ളി, പേരും കള്ളി നടത്തി തരാടി ഞാൻ നിനക്ക്. ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും, ബാക്കി അവര് നോക്കിക്കോളും. അതിനൊന്നും അല്ല ചേട്ടാ ഞാൻ വന്നത്. അതിനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാടി വന്നത്?
പോടാ നായിന്റെ മോനെ എന്നൊരു കമന്റ് ഏതോ ഒരു സുജിത് ക്രിസിന്. ചേട്ടാ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതും പൊളിറ്റിക്കൽ ഇൻകറക്റ്റാ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നായെന്ന് വിളിച്ചാൽ അത് നായ്ക്കളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? പിന്നെ നീ കൂടുതൽ അങ്ങോട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, അങ്ങോട്ട് തരണത് മേടിക്കുക. നിന്റെ നാട്ടുകാരെ കൊണ്ട് എന്നെ തല്ലിച്ചപ്പോ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. കേട്ടോ? ഇനി നീ പൊക്കോ, ഇറങ്ങി പോടാ. ഫേക്ക് ഐഡിക്കുണ്ടായവനെ. ശരി ഏട്ടാ. മോള് പേടിക്കണ്ട, ഇപ്പൊ മുതൽ എന്റെ 2 കണ്ണ് മുരളിയുടെ വീട്ടിലുണ്ടാവും. സംശയം തോന്നുന്ന എന്ത് കണ്ടാലും ഞാൻ അപ്പൊ മോളെ വിവരം അറിയിക്കാം. താങ്ക്സ് ഏട്ടാ. താങ്ക്സ് ഒന്നും വേണ്ട, എന്റെ മോളുടെ എക്സാമിന്റെ കാര്യം. അതോർത്ത് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇറങ്ങട്ടെ. ചേട്ടാ എന്തായി? എന്തോന്നാവാൻ, ഒന്നും നടന്നില്ല. എന്റെ അവസ്ഥ അതൊക്കെ തന്നെ. നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? നീ എന്താണ് ഫോൺ എടുക്കാത്തത്? അത് ചേട്ടാ ഇക്ക വിളിക്കുന്നു. എന്നെ കുറെ നേരമായിട്ട് വിളിക്കുക തന്നെ, ഞാൻ സൈലന്റ് ആക്കി വെച്ചു. അതെന്തിനു സൈലന്റ് ആക്കി വെച്ച് എടുത്തൂടായിരുന്നോ? എടുത്തിട്ട് ഞാൻ എന്തോന്ന് പറയണം ഗായത്രി? ഒരു തേങ്ങയും കിട്ടില്ലെന്ന് പറയണോ? ഹലോ ഹലോ, എത്ര നേരമായിട്ട് രണ്ടുപേരെ മാറി മാറി വിളിക്കുന്നത്? കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിച്ചൂടെ? അതിക്ക ഞാൻ ആ മുരളി എന്നെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ആകെ നാണം കെട്ട അവസ്ഥയാണ്. നാളെയും കൂടെ ഉള്ളൂ, വല്ലതും നടക്കൂ. ഇല്ലെങ്കിൽ പെട്ടിയും പ്രമാണമല്ല എടുത്തോണ്ട് ഈ ഇവിടെ കേസ് ഇറങ്ങി. നമ്മളെ കൊണ്ട് തെളിയിക്കാൻ പറ്റൂല. ഇക്കാക്ക് ഇപ്പൊ എന്താണ് ആവശ്യം? നമ്മൾ ഇവിടുന്ന് ഇറങ്ങി തരണം. നമ്മൾ ഇറങ്ങി തരാം. അതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എടാ, നീയൊക്കെ ആരെടുത്താണ് സംസാരിക്കണം? ഇക്ക ഒന്നും തോന്നല്ലേക്ക, ചേട്ടൻ പെട്ടെന്നൊരു ദേഷ്യത്തിൽ പറഞ്ഞതാണ്. നമുക്ക് മാക്സിമം നോക്കാം, ഇക്ക ടെൻഷൻ അടിക്കാതെ. ടെൻഷനാ? എനിക്കെന്തോന്ന് ടെൻഷൻ? നിങ്ങളല്ലേ ടെൻഷൻ അടിക്കേണ്ടത്. കൂടുതലൊന്നും പറയാനില്ല, ഞാൻ വയ്ക്കണം. ചേട്ടൻ എന്തിനിപ്പോ ഇയാളടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നെ ഞാൻ എന്തോന്ന് പറയണം? കമലാസിനെ അന്വേഷിക്കാൻ പോയി നാട്ടുകാരെല്ലാം കൂടെ എന്നെ തല്ലാൻ പിടിച്ചെന്നാ. ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ? ഓ, അപ്പോഴും ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചെന്നാണ് നിനക്ക് അറിയേണ്ടത്, അല്ലാതെ എനിക്ക് എന്തെങ്കിലും പറ്റുമോന്നല്ല. സോറി, എന്തെങ്കിലും പറ്റിയോ? അങ്ങനെ ഞാൻ ഓർമ്മിച്ചിട്ടുള്ള കെയർ എനിക്ക് വേണ്ട, മനസ്സിലായോ? നീ സാധനങ്ങൾ പാക്ക്, നമുക്ക് തൽക്കാലം സാമിന്റെ വീട്ടിലോട്ട് മാറാം. നോക്ക്, ഒരു ദിവസം കൂടി ഇല്ലേ ചേട്ടൻ, ഇനി അങ്ങോട്ട് പോണ്ട. അവർക്ക് മനസ്സിലാവും, ഞാൻ തന്നെ പോയി അന്വേഷിച്ചോളാം. നീ പോയ ഉടനെ തന്നെ ഇറങ്ങി വരാൻ നിൽക്കുകയല്ലേ കമലഹാസൻ? ഒന്ന് പോടി. പോവാൻ തന്നെയാ പോണത്, അല്ല നിങ്ങളെപ്പോലെ ഇവിടെ പേടിച്ച് നിൽക്കാൻ പറ്റൂലല്ലോ. പേടിയാ? പേടിയാ എനിക്കാ? അതുകൊണ്ടാണ് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ. പിന്നെ എന്തോന്നാണ് ചേട്ടാ, അവസാന നിമിഷം വരെ ശ്രമിച്ചിട്ട് തോറ്റുപോയി എനിക്ക് കുഴപ്പമില്ല, അല്ലാതെ നിങ്ങളെപ്പോലെ ഒരു പൊന്ന് ഗായത്രി, നീ നിന്റെ ബുദ്ധി ഉപയോഗിക്ക്. ആ സംഗീതയെ വിളിച്ചാ കമലഹാസനെ പിടിക്കാതിരിക്കാൻ നമുക്കൊരു എമൗണ്ട് വാങ്ങാം. അതാരും അറിയൂല ഗായത്രി. ഇതാണോ വലിയ ബുദ്ധി? ഇതിനെ അന്തസ്സില്ലായ്മ എന്ന് പറയും. ആടി, എനിക്ക് അന്തസ്സില്ല. എനിക്ക് അന്തസ്സുള്ള വേറെ വല്ലവനെ കെട്ടിയാ മതിയായിരുന്നല്ലോ നിനക്ക്. അതിന് നിങ്ങളെ തേടി പിടിച്ച് കല്യാണം കഴിച്ചൊന്നുമില്ലല്ലോ ഞാൻ. വീട്ടുകാര് കല്യാണം കഴിക്കാൻ പറഞ്ഞു, അപ്പോ അത് ശരിയെന്ന് തോന്നി നിങ്ങളെ ഞാൻ കെട്ടിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? പറ ഗായത്രി, നിനക്ക് ഇപ്പൊ എന്നെ വേണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? പറയ്. തോന്നുന്നുണ്ട്. ഗായത്രി, നീ എന്തിനും എനിക്ക് നിങ്ങളടുത്ത് സംസാരിച്ച് കളയാൻ സമയം തീരെയില്ല. ഞാൻ പോട്ടെ. ശരിയാണ് ഗായത്രി, ഞാൻ ഇല്ലാത്തതാണ് നിനക്ക് നല്ലത്.
മുരളി മുരളി മുരളിയേ എന്ത് ചേട്ടാ? ആ ഇപ്പൊ ഇവിടെ ഒരുത്തൻ വന്നല്ല, അവൻ എങ്ങോട്ട് പോയി? ഒരുത്തനോ? ഇവിടെ ആരും വന്നില്ല. ആ വന്നേ, ഞാൻ കണ്ടതാണല്ലോ. ചിലപ്പോ അകത്തോട്ട് എങ്ങനെ കയറി കാണും. ഇറങ്ങടോ, പുറത്തേക്ക് ഇറങ്ങാൻ. ഇവിടെ ആരും വന്നില്ലെന്നല്ലേ പറഞ്ഞത്? പറടാ.